ജേസ് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചാമ്പക്ക വെച്ച് ഒരു അടിപൊളി സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതിനെ പറ്റി പറഞ്ഞു തരാനാണ്. അപ്പോൾ ജേസ് നേച്ചർ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചാമ്പക്ക കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് മുതൽ ഇതുവരെയും എല്ലാവരും തന്നെ ചാമ്പക്ക ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ചാമ്പക്ക കായ്ക്കുന്ന ഒരു കാലം എത്തിക്കഴിഞ്ഞാൽ നിറയെ ചാമ്പക്ക മരം നിറയെ ചാമ്പക്കായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ചുവട്ടിലൊക്കെ ധാരാളമായിട്ട് വീണ് കിടക്കും. അതിൽ നിന്നൊക്കെ നമ്മൾ പലരും എടുത്ത് പെറുക്കി കഴിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഉപ്പിലിട്ടിട്ടും നമ്മുടെ ഉപ്പും മുളകൊക്കെ കൂട്ടി പതിയെ കുറച്ച് ഗ്രേവി രൂപത്തിലൊക്കെ ആക്കിയിട്ട് അതിലും തൊട്ട് നമ്മൾ ചാമ്പക്ക ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ടാവും. വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ് ചാമ്പക്ക. അതുപോലെ തന്നെ വേനൽക്കാലങ്ങളിലൊക്കെ ഇത് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ചാമ്പക്കയിൽ ധാരാളം ജലം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേനൽക്കാലങ്ങളിലൊക്കെ ക്ഷീണം അകറ്റി നിർത്താനും ഇതിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് ചാമ്പക്ക കൊണ്ട് എങ്ങനെയാണ് നല്ലൊരു അടിപൊളി സലാഡ് ഉണ്ടാക്കുക. ഇത് കഴിക്കുമ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറെ കൂട്ടാനൊന്നും വേണ്ട. ചോറ് കഴിക്കാൻ അതുപോലെ തന്നെ കഞ്ഞി കുടിക്കാനൊക്കെ ധാരാളം ഈ ഒരു സലാഡ് മാത്രം മതി. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ധാരാളം വസ്തുക്കളൊന്നും വേണ്ട. അതുപോലെ തന്നെ തുച്ഛമായ സമയം മതി. വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചാമ്പക്ക തന്നെയാണ്. ചാമ്പക്ക അത്യാവശ്യം എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം അതിന്റെ കുരുക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒരു ചാമ്പക്ക 4 എന്ന രൂപത്തിൽ കട്ട് ചെയ്ത് ചെറുതായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് സലാഡിന് ആവശ്യത്തിന് നമ്മൾ വേറൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. സാധാരണ നമ്മൾ നോർമലി ചാമ്പക്ക അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല പുളിപ്പ് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ സലാഡായിട്ട് കഴിക്കുകയാണെങ്കിൽ ആർക്കും തന്നെ മടുപ്പുണ്ടാവില്ല. നല്ല പോലെ കഴിക്കാനായിട്ട് ഇതുകൊണ്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ച് ഈ ഒരു ചാമ്പക്കയിലേക്ക് ലേശം ആവശ്യത്തിന് മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രം നമ്മൾ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അതിനകത്തേക്ക് സുർക്ക നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം കുറച്ച് സുർക്ക മാത്രം മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചാമ്പക്ക ഏകദേശം നല്ല പുളിയുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ വിനാഗിരി കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വിനാഗിരി ഇഷ്ടമില്ലാത്തവർ നമ്മൾ സാധാ നാരങ്ങ പിഴിഞ്ഞു കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു 3 ചേരുവകളും ചേർത്തതിന് ശേഷം അതായത് മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് അതിനുശേഷം നമ്മൾ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പതിയെ തൂവി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഉപ്പും മുളക് പൊടിയൊക്കെ എത്തുന്ന രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാമ്പക്കയുടെ ഈ ഒരു സലാഡ് റെഡിയായി. നമ്മൾ കഞ്ഞി അല്ലെങ്കിൽ ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് ഈ ഒരു പ്ലേറ്റ് ചോറ് അകത്താക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് കഞ്ഞി അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ അല്ലാതെ നമുക്ക് വെറുതെ കഴിക്കാനും ഭയങ്കര രസമാണ്. നമ്മൾ പാഴാക്കി കളയുന്ന ചാമ്പക്ക ധാരാളമായിട്ടുണ്ടാവും. വെറുതെ തിന്നാൻ പുളിപ്പായതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് കളയുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഐറ്റം പരീക്ഷിച്ച് നോക്കുകയാണ്. വീട്ടിനകത്ത് ഈ ഒരു ഐറ്റം പരീക്ഷിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ചാമ്പക്കയുടെ സലാഡ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.